ഒരിക്കലും മാറാത്ത ആനന്ദം, നിരന്തരമായിട്ടുള്ള ആനന്ദം, അത് അറിവിൻ്റെ വെളിച്ചത്തിലുള്ളൂ. അറിവിൻ്റെ വെളിച്ചത്തിൽ എല്ലാം ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തിയോടുകൂടി എല്ലാം ഈശ്വര ചൈതന്യമാണെന്ന് മനസ്സിലാക്കുക. രണ്ടും ഒന്ന് തന്നെയാണ് എത്തിച്ചേരുന്ന തലം. അവിടെ മാത്രമേ ആനന്ദം, ശരിയായ ആനന്ദം, ഒരിക്കലും നശിക്കാത്ത അമൃതാനന്ദം എന്ന് പറയുന്നത്, അമൃതമായിരിക്കുന്ന ആനന്ദം ഉള്ളൂ, അല്ലാത്തത്. അപ്പോൾ നമ്മൾ ഓരോ അനുഭവം വരുമ്പോൾ വ്യാഹൃതികളിലൂടെ ഈ അനുഭവങ്ങൾ ഓരോന്നും ബ്രഹ്മമാണ് എന്ന് ഓർമ്മിക്കുന്നതിനെ, ധ്യാനിച്ച് ഉറപ്പിക്കുന്നതിനെയാണ് വ്യാഹൃതി ഉപാസന എന്ന് പറയുന്നത്. ഇനി കുറച്ച് വ്യാഹൃതികളുടെ ഉദാഹരണം തന്നിരിക്കുന്നു. ഇപ്പം നമ്മൾ സംഹിത ഉപാസനയിൽ ചെയ്ത പോലെ വ്യാഹൃതികളുടെ ചില ഉദാഹരണം നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഭൂരിതി വാ അയം ലോകഃ ഭുവ ഇത്യന്തരീക്ഷം സുവരിത്യസൗ ലോകഃ മഹ ഇത്യാദിത്യഃ ആദിത്യേന വാവ സർവേ ലോകാ മഹീയന്തേ. ഈ ഭൂമി, ഭൂ എന്ന അർത്ഥത്തിന് ഇവിടെ ലോകം, ഈ ലോകമാണെന്ന് വിചാരിക്കൂ. ഭുവ എന്നത് അന്തരീക്ഷമാണെന്ന് വിചാരിക്കൂ. സ്വ എന്നത് സ്വർലോകം, അന്തരീക്ഷത്തിനും അപ്പുറമുള്ള ലോകമാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ആദിത്യൻ ബ്രഹ്മമാകുന്നു. ആദിത്യൻ ഇതേപോലെ എടുക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഒരു ഉദാഹരണം, ഒരു ഓർമ്മപ്പെടുത്തൽ. ഈ ലോകത്തിനെ ഭൂലോകമോ അന്തരീക്ഷത്തിന് ഭൂവർലോകവും അന്തരീക്ഷത്തിന് അപ്പുറമുള്ളതിനെ സ്വർലോകവുമായി കാണുമ്പോൾ സൂര്യനെ നോക്കി ബ്രഹ്മമാകുന്നു എന്ന് ഓർക്കുക. ബ്രഹ്മത്തിനെ ഓർമ്മിക്കണം. എന്താ കാരണം? സൂര്യനിൽ നിന്നാണ് കിട്ടുന്ന പ്രകാശത്തിലാണ് നമുക്ക് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ഇതെല്ലാം പ്രകാശിക്കപ്പെടുന്നു. അതുകൊണ്ട് സൂര്യനെ കാണുമ്പോൾ ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കും, ബ്രഹ്മതത്വത്തെ ഓർമ്മിക്കും. സൂര്യൻ ബ്രഹ്മമാണെന്നല്ല പറഞ്ഞത്, സൂര്യനെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യം. കഠോപനിഷത്തിൽ പറയും, ഇന്നതത്ര സൂര്യോപാദിന്ന ചന്ദ്രതാരകം നേമാ വിദിതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവം ഇതം വിഭാതി. കഠോപനിഷത്തിൽ യമധർമ്മ രാജാവ് നചികേതസിന് കൊടുക്കുന്ന ഉപദേശങ്ങളിലൊന്നാണിത്. ആത്മാവിനെക്കുറിച്ച് പറഞ്ഞു. അവിടെ സൂര്യനോ ചന്ദ്രനോ പ്രകാശിക്കുന്നില്ല, വൈദ്യുതി പ്രകാശിക്കുന്നില്ല, അഗ്നി പ്രകാശിക്കുന്നില്ല. ഏതൊന്നിൻ്റെ പ്രകാശത്താൽ ഇതെല്ലാം പ്രകാശിപ്പിക്കപ്പെടുന്നുവോ അത് ബ്രഹ്മം. അങ്ങനെ പറഞ്ഞു. അതുപോലെ അപ്പോൾ സൂര്യനെ കാണുമ്പോൾ സൂര്യനാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. സൂര്യനിലൂടെ ഈശ്വരനെ ഓർമ്മിക്കുക. അപ്പോൾ ഓർമ്മിക്കും എന്ത് വേണം? ബാക്കിയെല്ലാം നമ്മൾ കണ്ടു. ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, ഇതെല്ലാം മഹലോകത്തിൻ്റെ അംഗങ്ങളാണ് എന്ന് കണ്ടു. അപ്പോൾ ഈ കാണുന്ന അനുഭവങ്ങളെല്ലാം, ഭൂമി, വായു, അന്തരീക്ഷം എല്ലാം ഈശ്വരൻ തന്നെയാണ് എന്ന് ഓർമ്മിക്കണം. ഇതാണ് ആദ്യത്തെ വ്യാഹൃതിയിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ചില ആൾക്കാരൊക്കെ കാണില്ലേ, രാവിലെ ഗായത്രി ജപിക്കാൻ പോവും, ജലമൊടുക്കും, സൂര്യൻ ഇങ്ങനെ ഗായത്രി ചൊല്ലിയിട്ട് സൂര്യനെ നേദിക്കുക, എന്താ പറയുക, തർപ്പണം ചെയ്യും. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിതൊക്കെ സീരിയലിലൊക്കെ കാണുന്നത് പോലെ ഇതിങ്ങനെ കുറേ ചെല്ലുമ്പോൾ ദൈവം ആകാശത്തിലാണ് പ്രത്യക്ഷപ്പെട്ട് തഥാസ്തു എന്ന് പറയുന്നു. അത്ര ഭക്തി ഉണ്ടെങ്കിൽ അതൊക്കെ സാധിക്കും. പാർട്ട് ടൈം ഭക്തി കൊണ്ടോ ഫോർമാലിറ്റി ഭക്തി കൊണ്ടോ ഒന്നും ഇത് നടക്കാൻ പോകുന്നില്ല. നമ്മളുടെ ഉള്ളിൽ അത്ര ദൃഢമായ വിശ്വാസം വേണം. ദൃഢമായ വിശ്വാസം, നിഷ്കളങ്കമായ വിശ്വാസം. അപ്പോൾ സാധിക്കും. അതിനാണ് ഈ തത്വങ്ങൾ പറഞ്ഞു തരുന്നത്. ഓരോന്ന് ചെയ്യുമ്പോഴും, ഓരോ ആചാരങ്ങൾ ചെയ്യുമ്പോഴും, ഓരോ അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോഴും എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്, ഇത് രണ്ടും ഓർമ്മയില്ലാതെ നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. നമ്മളെല്ലാ ശാസ്ത്രവും പഠിച്ചു കഴിഞ്ഞാൽ ഇതന്നെയാണ് പറയുന്നത്. അറിവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കൂ.
എന്താണ് ചെയ്യുന്നത് എന്നറിയൂ. നമ്മളുടെ ഒരുപാട് അജ്ഞാനം ഈ തലത്തിൽ മാറാനുണ്ട്. ഇവിടെ ഈ വ്യാഹൃതിയിലൂടെ ഉപാസിക്കാൻ പറയുമ്പം ഒരു പ്രത്യേക വംശത്തിനോട്, ഒരു പ്രത്യേക ജാതിയുള്ളവരോടല്ല പറഞ്ഞത്. ഇത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കാനുണ്ട്. ഈശ്വരൻ ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, ഞങ്ങളാണ് ഈശ്വരൻ്റെ സ്വന്തം ആൾക്കാർ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവർ ഈശ്വരനെ മനസ്സിലാക്കിയിട്ടില്ല. ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിൽ, പരമാത്മതത്വം സർവ്വവ്യാപിയാണെങ്കിൽ ഒരു ആൾക്കാർക്ക് മാത്രമായിട്ട് അത് വരുമോ? ഇല്ല. ഇവിടെ ഈ തത്വം ഒന്ന് ഓർമ്മിച്ച് നോക്കൂ. ബ്രഹ്മമാണ് സൃഷ്ടിയായിട്ട് മാറിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ സൃഷ്ടിയിലുള്ള ഓരോന്നും ബ്രഹ്മം തന്നെയാണ്. കടലിലെ ജലമാണ് തിരകളായിട്ട് മാറുന്നത്. ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ ഓരോ തിരയും കടലിലെ ജലം തന്നെയാണ്. വേറെ വേറെയാണ് കാണപ്പെടുന്നതെങ്കിൽ പോലും ആശ്രയം ജലമാണ്. മറ്റൊരു ഉപനിഷത്തിൽ പറയുന്ന ഓരോ കുടവും കാണുമ്പോൾ മണ്ണിനെ ഓർമ്മിക്കണം. മണ്ണ്. കുടം കാണുമ്പോൾ നമ്മൾ കുടയെ കാണുള്ളൂ. ചട്ടിയും കുടവും കാലമൊക്കെ കാണുമ്പോൾ മണ്ണിനെ ഓർമ്മിക്കാറില്ല. അപ്പം ആ ഉപനിഷത്ത് എന്താ പറഞ്ഞത്? കുടം ഉണ്ടാവുന്നതിന് മുമ്പ് മണ്ണായിരുന്നു, കുടമായി കാണപ്പെടുമ്പോഴും അത് മണ്ണാണ്, കുടം ഉടഞ്ഞു പോയാലും മണ്ണാണ്. അപ്പം മണ്ണ് എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉള്ളത് സത്യം. ലോകത്രയങ്ങളിൽ ഉള്ളതെല്ലാം സത്യം, സ്ഥിരമായിട്ട് നിൽക്കുന്നത്, മാറാതെ നിൽക്കുന്നതിനാണ് സത്യം പറയാം. ഭൂതം, ഭാവി, വർത്തമാനം, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഇതിലൊക്കെ മാറാതെ നിൽക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് സത്യം. അതെന്താണ്? ഞാൻ. എന്നിലെ ഞാൻ എന്ന ബോധം എപ്പോഴുമുണ്ട്. നമ്മൾ കുറേ കഴിഞ്ഞ കാലത്തിലേക്ക് ആലോചിക്കുമ്പോഴും നമുക്കറിയാം, ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അറിയാം, ഇപ്പോഴും അറിയാം. ഞാൻ ഉണർന്നിരിക്കുമ്പോഴുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, സ്വപ്നം കണ്ട കാര്യം ഓർമ്മയുണ്ട്, ഒന്നും അറിഞ്ഞില്ല എന്ന അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 3 സമയത്തും മാറാതിരുന്ന ഒരു ചൈതന്യം എന്നിലുണ്ട്. അതിനെക്കുറിച്ച് ഓർമ്മിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഭൂമിയെ കാണുമ്പോൾ, ഈ ലോകം കാണുമ്പോൾ, അന്തരീക്ഷം കാണുമ്പോൾ, അന്തരീക്ഷത്തിനപ്പുറമുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുമ്പോൾ, സൂര്യനെ കാണുമ്പോൾ, സൂര്യൻ്റെ വെളിച്ചത്തിൽ ഇതെല്ലാം അനുഭവപ്പെടുമ്പോൾ ബ്രഹ്മം തന്നെയാണ് സൃഷ്ടിയായി മാറിയിരിക്കുന്നത് എന്നറിഞ്ഞ് സൃഷ്ടിയിലൂടെ ബ്രഹ്മത്തിനെ ഉപാസിക്കൂ. നിരന്തര സ്മരണ വേണമെന്നാണ് പറയും. ഉപാസന എന്ന് പറഞ്ഞാൽ നിരന്തര സ്മരണയാണ്. നമുക്ക് അപ്പോഴും ഇല്ലേ ഈശ്വരവിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈമാണ്. രാവിലെ കുളിച്ചു, കുറി തൊട്ട്, വിളക്ക് കത്തിച്ചു, അന്നേരം നമുക്ക് കുറച്ച് നേരം നാമം ചൊല്ലി കഴിയും. പിന്നെ ഓഫീസിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ പോയി കഴിയുമ്പോൾ ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നാട്ടുകാരും വീട്ടുകാരായിട്ടൊക്കെ സംസാരിക്കുമ്പം അത് മറന്നുപോയി, നമുക്ക് ഈശ്വരസ്മരണയില്ല അന്നേരം. പിന്നെ വൈകുന്നേരം രാത്രി കിടക്കാൻ നേരത്തെ ശീലമുള്ളവരാണെങ്കിൽ കുറച്ച് നേരം നാമജപം ചെയ്തിട്ട് കിടക്കും. അത്രയേ ഉള്ളൂ. നിരന്തര സ്മരണ. ഓരോരുത്തരെ കാണുമ്പോഴും സംസാരിക്കുക, ഓരോ അനുഭവവും ഇതൊക്കെ ഈശ്വര ചൈതന്യം തന്നെയാണ്, കാണുന്നതല്ല ഈശ്വര ലീലയാണെന്ന് ഓർമ്മിക്കാൻ തുടങ്ങിയാൽ വ്യാഹൃതി ഉപാസന ജീവിതത്തിൽ പകർത്താൻ പറ്റും. ഇതിനൊന്നും ഒരാളുടെയും ആവശ്യമില്ല. അതാണ് ഫ്രീലി അവൈലബിൾ. അല്ല, ഇത് പറഞ്ഞ മഹർഷി എനിക്ക് ദക്ഷിണ തരുമെന്ന് പറഞ്ഞിട്ടില്ല, ഒരു കോപ്പിറൈറ്റ് എടുത്തു വെച്ചിട്ടില്ല. അത് കാരണം ഇത് പഠിക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ധർമ്മമായിട്ട് മാറി. ഈ സൃഷ്ടി നിലനിൽക്കണമെങ്കിൽ അതാണ് ഋഷിമാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പഠിക്കുക, പ്രചരിപ്പിക്കുക, ഋഷിയജ്ഞം എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ ഈ കടം വീട്ടുക. ഋഷിമാർ നമുക്ക് പറഞ്ഞെന്ന് പഠിക്കുക, പ്രചരിപ്പിക്കുമ്പം ഋഷിമാരോടുള്ള ഋണം വീട്ടലായി. നമ്മൾ പറയുമ്പോൾ ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനങ്ങൾ പറയുമ്പോൾ, കേൾക്കുമ്പോൾ, സ്വാധ്യായം നടക്കുമ്പോൾ, അല്ലെങ്കിൽ സത്സംഗങ്ങൾ നടക്കുമ്പോൾ അവിടെയൊക്കെ ഇവരുടെ സൂക്ഷ്മമായ സാന്നിധ്യമാണ്. അപ്പം നമ്മൾ മനസ്സുകൊണ്ട് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രണാമം ചെയ്തുകൊണ്ട് ഒരു ജീവിതം, ആ ഒരു മുഹൂർത്തത്തിന് ധന്യമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഓർമ്മിക്കണം. അതിനുവേണ്ടി അത് പറയുന്നത്. ക്ലാസ് നമ്മൾ സ്കൂളിൽ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും ന്യൂട്ടൺസ് ലോ ഒക്കെ പഠിച്ചിട്ട് വന്നു. സ്കൂൾ കഴിഞ്ഞപ്പോൾ അത് പോയി കയ്യിൽ. ഇതല്ല. നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചത് ഇത് പഠിച്ച് മനസ്സിലാക്കി ഇതുപോലെ ആയിത്തീരാനാണ്. ഈ ശരീരമല്ല, ശരീരത്തിനകത്തെ ചൈതന്യമാണ് ഞാൻ എന്നറിയണമെങ്കിൽ ഈ നിരന്തര സ്മരണ വേണം. നിരന്തര സ്മരണയ്ക്ക് ഭക്തി എന്ന് പറയും. അപ്പോൾ പലരും ചോദിക്കും ജ്ഞാനം വേറെയല്ല ഭക്തി വേറെ അല്ല. ഇതാണ് ഭക്തിയിലേക്കുള്ള മാർഗം. ഭക്തിയുടെ അങ്ങേ തല, ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ജ്ഞാനം. ജ്ഞാനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ തലം ഭക്തി. ഏറ്റവും വലിയ ജ്ഞാനി ശങ്കരാചാര്യരാണ് ഏറ്റവും കൂടുതൽ സ്തുതികൾ എഴുതിയിരിക്കുന്നത്. രമണ മഹർഷി, ശ്രീരാമകൃഷ്ണ പരമഹംസ, എല്ലാവരുടെ പുസ്തകങ്ങളും നോക്കിയാൽ നമുക്കറിയാം.
അപ്പോൾ ഇതൊന്നും വ്യത്യാസമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ വേറെ വേറെയാണ്, ജാതി കൊണ്ടും ദർശനങ്ങളെ കൊണ്ടും പ്രാദേശികമായിട്ടെല്ലാം ഒരു സമൂഹത്തിനെ വിഭജിച്ച് നിർത്താനുള്ളതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. എന്താ ആവശ്യം? അവർക്ക് ഈ സ്ഥലം അധിനിവേശം പിടിച്ചെടുക്കണം. അതിനിവിടെ ബാക്കിയുള്ളവർ, ഈ തത്വത്തിൻ്റെ അവകാശികളായ നമ്മൾ ഓരോരുത്തരും, സനാതനധർമ്മ വിശ്വാസികൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായിട്ട് ഇത് നടക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ പേരും പറഞ്ഞ് വിഭജിച്ച് നിർത്തുക. നമ്മളുടെ അറിവില്ലായ്മയാണ് മുതലെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അറിയുക, ജീവിതത്തിൽ പകർത്തുക. ആരോട് നമ്മൾ എതിരിടാനോ ആയുധം എടുത്ത് കഴുത്ത് വെട്ടാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അവനവൻ്റെ അറിവ് വർദ്ധിപ്പിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നുള്ളൂ, ഇതൊന്നും ഉപനിഷത്തിൽ പറഞ്ഞല്ല. പക്ഷേ ഇത് നമുക്ക് അപ്ലിക്കബിളാണ്. ഈ കാര്യങ്ങളെല്ലാം വെറുതെ ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല. എവിടെയൊക്കെ ചെയ്യാൻ പറ്റും. ഓരോ അനുഭവവും ഈശ്വരനാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ആനന്ദമാണ്. പിന്നെ അപ്പോൾ എനിക്ക് ദുഃഖകരമായ അവസ്ഥ വരുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ. സുഖകരമായ അവസ്ഥ വരുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ. പക്ഷേ ഈ സുഖവും ദുഃഖവും എപ്പോഴാണ് ഉള്ളത്? മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഉറങ്ങിക്കിടക്കുമ്പോൾ എവിടെ പോകുന്നു സുഖവും ദുഃഖവും? അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? സുഖവും ദുഃഖവും അനുഭവിക്കുമ്പോൾ മനസ്സും ബുദ്ധിയും സുഖം ദുഃഖം എന്ന് നമ്മൾ പേര് കൊടുത്ത അനുഭവങ്ങളെ അനുഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. രണ്ട് ഞാനാണ് ഒന്ന്. മനസ്സും ബുദ്ധിയുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അതൊക്കെ എൻ്റെ ദുഃഖമായി. മനസ്സും ബുദ്ധിയും സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഞാൻ കാണാൻ തുടങ്ങുമ്പോൾ അതെൻ്റേതല്ലാതെ അതങ്ങനെ കടന്നു പോകും. സാക്ഷിഭാവം. സാക്ഷിഭാവത്തിന് ഉദാഹരണമാണ് ശ്രീകൃഷ്ണൻ. എന്തെല്ലാം പ്രശ്നങ്ങൾ. അപ്പോൾ ഭഗവാനെ പോലെ ആയിത്തീരുക, സാക്ഷിഭാവത്തിൽ ജീവിക്കുക. ഇങ്ങനെ അറിവിൻ്റെ വെളിച്ചത്തിൽ അത് നടക്കുകയുള്ളൂ. ഓരോ അനുഭവം വരുമ്പോഴും ഇതെല്ലാം മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ചേർന്നുണ്ടാക്കുന്ന അനുഭവ തലങ്ങളാണ്. ഞാൻ അതിന് സാക്ഷിയാണ് എന്ന ബോധത്തിൽ നിൽക്കുക. ഇതാണ് വ്യാഹൃതി ഉപാസനയുടെ ആദ്യത്തെ ഉപാസന.